എപ്പിസോഡ് ഓപ്പണിംഗ് സീനിൽ ബിഗ് മോമിന്റെ 10ാമത്തെ മകൻ അവനാണെങ്കിൽ ഇപ്പൊ കാട്ടിലേക്ക് സ്റ്റൈലായിട്ട് കടന്നു വരികയാണ്. അവന്റെ ടെറർ ഫേസ് അതൊക്കെ കണ്ട് ചുറ്റും ഉണ്ടായിരുന്ന ട്രീസും ചെടികളും അങ്ങനെ എല്ലാം തന്നെ പേടിച്ച് മാറി നിൽക്കും. സത്യത്തിൽ ഇവന്റെ മുഖം കാണുമ്പോൾ ആ ജയന്റ് മാന്റെ മുഖമായിട്ട് ചെറിയൊരു സാമ്യമില്ലേ? ചിലപ്പോ ഇവൻ ആളുടെ മകനാവാനായിരിക്കും ചാൻസ്. അവന്റെ ഫേസും എക്സ്പ്രഷനും ഒക്കെ കണ്ട് ആ ട്രീസ് ആണെങ്കിൽ അങ്ങനെ കിടുങ്ങി വിറച്ചു നിൽക്കും. അതിലൊരു ട്രീ ആണെങ്കിൽ ഒരുപാട് വിനയത്തോടെയും ബഹുമാനത്തോടെയും പേടിയോടും കൂടെ അവനോട് ചോദിക്കും, അയ്യോ യജമാനൻ, യജമാനൻ എന്താ ഈ വഴിക്ക്? അതിനവൻ ദേഷ്യപ്പെട്ട്, ഇത് ഞങ്ങളുടെ ഫോറസ്റ്റ് ആണ്, ഞങ്ങൾക്ക് ഇഷ്ടമുള്ളപ്പോ ഞങ്ങൾ ഇതുവഴി വരുന്നു പറഞ്ഞ് അവന്റെ പവർ അത് ഉപയോഗിക്കുകയാണ്. അടുത്ത നിമിഷം ചുറ്റും ഉണ്ടായിരുന്ന മരങ്ങളും ചെടികളും എല്ലാം തന്നെ കത്തിക്കരിഞ്ഞില്ലാതാവും. അവൻ അപ്പോഴും വലിയ ഭാവവ്യത്യാസമൊന്നും കാണിക്കാതെ വലിയ എന്തോ റോക്കറ്റ് വിട്ട ഭാവത്തില് മുൻപോട്ടേക്ക് നടന്നു നീങ്ങും. അതേസമയം ഇവിടെ നാമിയും ലൂഫിയും അവർ രണ്ടുപേരും ഷോക്കായിട്ട് നിൽക്കുകയാണ്. ഇവൻ ബിഗ് മോമിന്റെ എക്സ് ഹസ്ബൻഡ് ആണെന്ന് അവർക്ക് വിശ്വസിക്കാനായിട്ട് ആവുന്നില്ല. അവളുടെ ഹസ്ബൻഡിന്റെ അവസ്ഥ അത് ഇതാണെങ്കിൽ ബാക്കിയുള്ളവരുടെ അവസ്ഥ അതെന്തായിരിക്കും എന്നവർ ചിന്തിച്ചു നിൽക്കുന്ന സമയം 10ാമത്തെ മകൻ ആ ക്രാക്കർ അവൻ അവിടേക്ക് എത്തുകയാണ്. അവനെ കണ്ട് അവിടെ ഉണ്ടായിരുന്ന ട്രീസും ചെടികളും എല്ലാം പേടിച്ച് ദൂരേക്ക് മാറി നിൽക്കും. അവനാണെങ്കിൽ സ്ട്രെയിറ്റ് വന്ന് ആ ജയന്റ് മാന്റെ തലയിലെ കുടുമി അത് പിടിച്ച് ആളെങ്ങനെ മുകളിലേക്ക് വലിച്ചെടുക്കും. ജയന്റ് മാൻ ആണെങ്കിൽ വേദനയിൽ നിലവിളിക്കും, പ്ലീസ് ദയവ് ചെയ്ത് എന്നെ ഒന്നും ചെയ്യരുതെന്ന് പറയും. പക്ഷെ അവൻ യാതൊരു ദാക്ഷിണ്യവും കാണിക്കാതെ മുടിയിൽ പിടിച്ച് മുകളിലേക്ക് വലിച്ചെടുക്കും. അതുകൊണ്ട് നമ്മുടെ ആൾക്കാര് ഒരു സെക്കൻഡ് പേടിച്ച് മാറി നിൽക്കുകയാണ്. അവൻ ദേഷ്യപ്പെട്ട് ആ ജയന്റ് മാനോട് പറയും, നിനക്കത്ര ധൈര്യം ഉണ്ടെങ്കിൽ നമ്മുടെ സീക്രട്സ് അത് ഇവരെ പോലുള്ള നമ്മളോട് പറഞ്ഞു കൊടുക്കും. നിനക്ക് കിട്ടിയതൊന്നും മതിയായില്ലേന്ന് ചോദിക്കും. ആ ജയന്റ് മാൻ ആണെങ്കിൽ അവന്റെ മുൻപിൽ കരഞ്ഞ് കാല് പിടിക്കും, ദയവ് ചെയ്ത് എന്നെ ഒന്നും ചെയ്യരുത്. അവസാനമായിട്ട് എനിക്ക് എന്റെ കുട്ടികളെ കാണാനുള്ള ഒരു അനുവാദം അത് മാത്രം മതി. അവരെ കണ്ട് എന്റെ ബ്ലെസ്സിങ്സ് അതെങ്കിലും അവർക്ക് കൊടുക്കണമെന്ന് പറഞ്ഞ് ആള് നിർത്താതെ കരയും. ആ ജയന്റ് മാൻ ആണെങ്കിൽ ആളുടെ മകളുടെ പേര് ലോണ എന്ന് വിളിച്ചു പറയും. ആക്ച്വലി ഈ ഒരു ലോണ പെണ്ണ് അത് മറ്റാരുമല്ല, ആ ഒരു പന്നിത്തല പെണ്ണ്. അവളാണ് ഇദ്ദേഹത്തിന്റെ മകള്. അതിനുശേഷം നാമിയും അവളും ബെസ്റ്റ് ഫ്രണ്ടായി മാറിയതും പിന്നീട് ആ പന്നിയുടെ ബോഡിയിൽ നിന്ന് അവളുടെ പുറത്തേക്ക് വന്ന് അവള് നോർമലായി മാറിയതും അങ്ങനെ എല്ലാ കാര്യങ്ങളും നാമി ഓർത്തെടുക്കുകയാണ്. ഈ കാണുന്ന ചുന്ദരി അവളാണ് ഈ ജയന്റിന്റെ റിയൽ ആയിട്ടുള്ള മകൾ. ലോലയാണെങ്കിൽ ആ സമയത്ത് തന്നെ നമ്മുടെ ആൾക്കാരുടെ കയ്യിൽ ഒരു വിബറൂ കാർഡ് കൊടുത്തിരുന്നു. ഞാൻ ന്യൂ വേൾഡിൽ നിന്നാണ് ഇവിടേക്ക് വന്നത്. എന്റെ അമ്മ 4 എംപറേഴ്സിൽ ഒരാളാണ്. സോ നിങ്ങൾക്ക് എന്തെങ്കിലും സഹായം ആവശ്യമായിട്ട് വരികയാണെങ്കിൽ ഈ വിബറൂ കാർഡ് എന്റെ സഹായത്താൽ നിങ്ങൾക്ക് എന്റെ അമ്മയുടെ അടുത്തേക്ക് പോവാം. അമ്മ തീർച്ചയായിട്ടും നിങ്ങളെ സഹായിക്കും. ആ സമയത്ത് അവളുടെ കൂടെ ഉണ്ടായിരുന്നവരെല്ലാവരും അവളുടെ അമ്മയെക്കുറിച്ച് ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞിരുന്നു. പക്ഷെ അപ്പോൾ അത് ആയിട്ട് കണക്ട് ആയിരുന്നില്ല. ഇപ്പോഴായിരിക്കും നാമി തിരിച്ചറിയുക ലോല തന്നത് അവളുടെ അമ്മ ബിഗ് മോമിന്റെ വിവറൂ കാർഡാണെന്ന്. നാമി ആണെങ്കിൽ ആ ജയന്റ് മാനോട് ചോദിക്കും, ലോല അവള് നിങ്ങളുടെയും ബിഗ് മോമിന്റെയും മകളാണോ? അതിന് ജയന്റ് ആണെങ്കിൽ മറുപടി പറയില്ല. അപ്പോഴായിരിക്കും മുൻപ് കണ്ട ആ റാബിറ്റ് വില്ലൻ അവനവിടേക്ക് പറന്നു വരിക. അവനവിടേക്ക് പറന്നു വരേണ്ട താമസം ബിഗ് മോമിന്റെ മകൻ ആ ക്രാക്കർ അവൻ ദേഷ്യപ്പെട്ട് അവന്റെ പവർ ആ റാബിറ്റിന് മേലെ ഉപയോഗിക്കും. അടുത്ത സെക്കൻഡ് ആ റാബിറ്റും അവന്റെ ബേർഡും അതെല്ലാം തന്നെ ചന്നം ഭിന്നമായി താഴേക്ക് വീഴും. അവന്റെ അൺകൺട്രോൾഡ് പവറിൽ ചുറ്റുമുള്ള മരങ്ങളും ചെടികളും എല്ലാം തന്നെ നശിച്ചു പോവാണ്. ലൂഫിക്കാണെങ്കിൽ അവന്റെ പവർ കാണുമ്പോൾ കുറച്ച് പേടിയാവും. ഒരുപക്ഷെ ഇത് ഹോക്കി പവർ ആയിരിക്കുമെന്ന് അവൻ ചിന്തിക്കും. എന്ത് പവറാണെങ്കിലും കുഴപ്പമില്ല, ഒരു കൈ എനിക്ക് ഇവനുമായിട്ട് മൽപ്പിടുത്തം നടത്തണമെന്ന് പറഞ്ഞ് ലൂഫി ആണെങ്കിൽ ഫൈറ്റ് ചെയ്യാൻ തയ്യാറായി കഴിഞ്ഞു. അതേസമയം നാമിക്ക് അവളുടെ പേടിയും ഹാർട്ട് ബീറ്റും ഒരുപോലെ കൂടി അവളങ്ങനെ പതിയെ പുറകിലേക്ക് വലിഞ്ഞു നിൽക്കും. ഇവിടെ ക്രാക്കർ ആണെങ്കിൽ ഫുൾ കലിപ്പില്, യു ഗായ്സ് ആർ അൺബിലീവബിൾ. നിങ്ങൾക്ക് എത്ര ധൈര്യം ഉണ്ടെങ്കിൽ ഞാൻ ഫൈറ്റ് ചെയ്യുന്നതിന്റെ ഇടയിലേക്ക് കടന്നു വരും. ഇവരെ എല്ലാവരെയും കൊല്ലാനാണ് ഞാൻ ഇവിടേക്ക് വന്നത്. നിങ്ങളുടെ സഹായം അതെനിക്ക് ആവശ്യമില്ലാന്ന് അവനങ്ങനെ തീർത്തു പറയും. അത് കേട്ട് റാബിറ്റ് പേടിച്ച്, അയ്യോ ഇല്ല ഇല്ല, ഞാനല്ല, എന്നെ ഈ ബേർഡാണ് ഇവിടേക്ക് കൊണ്ടുവന്നതെന്ന് പറയും. അതിനാ ബേർഡ് പറയും, ഒരിക്കലുമല്ല, ഇവനാണ് നിർബന്ധിച്ച് ഇവിടേക്ക് കൊണ്ടുവന്നെന്ന് പറഞ്ഞ് അവർ രണ്ടുപേരും പരസ്പരം പാര വെക്കുകയാണ്. ഇവിടെ ആ ക്രാക്കർ വില്ലൻ അവനാണെങ്കിൽ നമ്മുടെ ആൾക്കാരെ തന്നെ നോക്കി നിൽക്കും. അവന്റെ സിസ്റ്ററിനെ കൊണ്ട് ഒറ്റയ്ക്ക് നമ്മുടെ ആൾക്കാരെ കീഴ്പ്പെടുത്താൻ പറ്റില്ല എന്നറിയാവുന്നതുകൊണ്ടാണ് ബിഗ് മോം അവളുടെ മക്കൾ ഏറ്റവും പവർഫുള്ളായ ഈ 10ാമത്തെ ക്രാക്കറിനെ ഇവിടേക്ക് അയച്ചത്. ക്രാക്കറിനെ കാണുമ്പോൾ തന്നെ ലൂഫിക്ക് മനസ്സിലാവും ഇത്രയും നേരവും അവർ ഏറ്റുമുട്ടിയതുപോലെയല്ല, ക്രാക്കറിന് നല്ല പവർ ഉണ്ടെന്ന്. അടുത്ത നിമിഷം ഒരു വലിയ ട്രീ മോൺസ്റ്റർ അത് അവിടേക്ക് വരികയാണ്. അതിന്റെ മേലെയാണ് അവന്റെ സിസ്റ്റർ ആ ബ്രൂലി വില്ലത്തി അവളുള്ളത്.
അങ്ങനെ ബ്രദറും സിസ്റ്ററും ഒരുമിച്ച് ചേർന്നാണ് ഇപ്പൊ നമ്മുടെ ആൾക്കാരെ കൈകാര്യം ചെയ്യാനായിട്ട് തയ്യാറാവുക. ബ്രൂലിയെയും ക്രാക്കറിനെയും ആ ജയന്റ് ട്രീയെയും അവരെ 3 പേരെയും കണ്ട് ചുറ്റും ഉണ്ടായിരുന്ന ട്രീസ് ഒക്കെ പേടിച്ചു നിൽക്കും. കാരണം ഇതുവരെ അവർ 3 പേരും ഒരുമിച്ച് ഫൈറ്റ് ചെയ്യാനായിട്ട് വന്നിട്ടില്ല. അപ്പൊ തീർച്ചയായിട്ടും ഇതൊരു നിസ്സാര ഫൈറ്റ് അല്ല. വന്നിരിക്കുന്ന വില്ലന്മാര്, അതായത് നമ്മുടെ ലൂഫിയൻ ടീം, അവർ നിസ്സാരക്കാരല്ല എന്നും ആ ട്രീസിന് മനസ്സിലാവും. ഇവിടെ ഇവർക്കാണെങ്കിൽ ഒരുപാട് സമയമില്ല. നാളെയാണ് വിൻസ്മോക്സ് ഫാമിലിയുമായിട്ട് അവര് ഒരു പുതിയ ബന്ധം തുടങ്ങാൻ പോകുന്നത്. അങ്ങനെ ഒരു ബന്ധത്തിന് തുടക്കം കുറിച്ചാൽ തീർച്ചയായിട്ടും ഇവർക്കും അവർക്കും 2 ടീമിനും ഒരുപാട് ബെനിഫിറ്റ്സ് ഉണ്ട്. ആ ബീസ്റ്റ് ലേഡി ആണെങ്കിൽ കൈയൊക്കെ തട്ടി കുഴപ്പമില്ല, നമുക്ക് സെക്കൻഡുകൾ കൊണ്ട് ഇവരുടെ കഥ കഴിക്കാന്ന് പറഞ്ഞ് ആദ്യം ഫൈറ്റിന് അവള് റെഡിയാവും. അവളാണെങ്കിൽ ആദ്യം തന്നെ നടന്നു വന്ന് നമ്മുടെ ആൾക്കാരുടെ സിറോസ്കോപ്പികളെ, അവറ്റകളെ മുഴുവൻ നോർമലാക്കി മാറ്റും. അവറ്റകൾ ആ കാട്ടിലുള്ള സാധാരണ മൃഗങ്ങളാണ്. അത് കണ്ട് നമ്മുടെ ആൾക്കാരാണെങ്കിൽ വണ്ടറടിക്കും. അതിനുശേഷം അവൾ മറ്റൊരു ട്വിസ്റ്റ് കാണിച്ചു കൊടുക്കും. അവളുടെ ആ മിറർ അത് ഓപ്പൺ ചെയ്ത് ലൂഫിക്കും നാമിക്കും നേരെ നീട്ടുകയാണ്. അതിൽ പെട്ട് കിടക്കുകയാണ് പാവം ക്യാരറ്റും ചോപ്പറാണെങ്കിൽ വിളിച്ചു പറയും, ഞാൻ ഒരുപാട് കഷ്ടപ്പെട്ട് ഇവളെ അറ്റാക്ക് ചെയ്യാൻ ശ്രമിച്ചു, പക്ഷെ ഇവളെയും മിറർ ടെക്നിക്ക് ഉപയോഗിച്ച് എന്നെയും ക്യാരറ്റിനെയും ഞങ്ങളെ 2 പേരെയും ഇതിൽ ലോക്ക് ചെയ്തിട്ടിരിക്കുകയാണ്. എങ്ങനെയെങ്കിലും ഞങ്ങളെ പുറത്ത് കൊണ്ടുവരണം, എങ്കിൽ മാത്രമേ ഇവരെ നമുക്ക് തോൽപ്പിക്കാനായിട്ട് കഴിയൂ. ആ ബീസ്റ്റ് ലേഡി ആണെങ്കിൽ ക്രാക്കറിനും നമ്മുടെ ആൾക്കാർക്കും ചുറ്റുമുള്ളവർക്കും എല്ലാവർക്കും ചോപ്പറിനെയും ക്യാരറ്റിനെയും കാണിച്ചു കൊടുക്കും. അതിനുശേഷം ആ മിറർ അതങ്ങനെ നിലത്തിട്ട് ഉടക്കുകയാണ്. അത് കാണേണ്ട താമസം നമ്മുടെ ചെക്കനും പെണ്ണും അവർ നോ എന്ന് നിലവിളിച്ച് ആ പൊട്ടിക്കിടക്കുന്ന ഗ്ലാസുകളുടെ അടുത്തേക്ക് വരും. ചോപ്പർ, നിങ്ങൾ ഓക്കെ ആണോ? നിങ്ങൾക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ? അതിനവര് പറയും, പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല, ഞങ്ങൾ ഈ മിറർ ഡയമെൻഷനിൽ യാതൊരു കുഴപ്പമില്ലാതിരിക്കുകയാണ്, നിങ്ങൾ ചില കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്ന് പറഞ്ഞ് ചോപ്പർ അവനാണെങ്കിൽ നാമിക്കും ലൂഫിക്കും 2 പേർക്കും കാര്യമായിട്ട് എന്തൊക്കെയോ ചില അഡ്വൈസുകളൊക്കെ കൊടുക്കുകയാണ്. ഇവിടെ ക്രാക്കർ ആണെങ്കിൽ ആ ജയന്റ് മാനോട് പറയും, എൻ്റെ അമ്മ ഒരു പ്രത്യേക കാര്യം നിങ്ങളോട് പറയാൻ പറഞ്ഞു, മറ്റൊന്നുമല്ല, ഒരു വലിയ ഗുഡ് ബൈ. 43 എക്സ് ഹസ്ബൻഡ്സിനെ എൻ്റെ അമ്മ കൊന്നു, 44ാമത്തേത് അത് നിങ്ങളായിരിക്കും എന്ന് പറഞ്ഞ് അവൻ സ്ക്വാഡ് എടുക്കുകയാണ്. അത് കേട്ട് ജയന്റ് മാൻ പേടിക്കും. ജയന്റ് മാന്റെ ഫ്യൂസ് പോയി ആളിപ്പോ അവന്റെ കാല് പിടിക്കുകയാണ്. പ്ലീസ് ദയവ് ചെയ്ത് എന്നെ ഒന്നും ചെയ്യരുത്. ഓർമ്മയുണ്ടോന്ന് എനിക്കറിയില്ല, പക്ഷെ എനിക്ക് ഓർമ്മയുണ്ടോന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. നിന്നെ ചെറുപ്പത്തിൽ എടുത്തുകൊണ്ട് നടന്നത്, മാമൻ വാരി തന്നത്, അതെല്ലാം ഞാനാണ്. അതൊക്കെ ഇത്ര വേഗം നീ മറന്നുപോയോ? നിനക്കെങ്ങനെ അമ്മ പറഞ്ഞത് കേട്ട് എന്നെ ഇത്ര ബ്രൂട്ടലായിട്ട് കൊല്ലാൻ തോന്നുന്നു? അതിനവൻ പറയും, എനിക്കിതൊന്നും ഓർമ്മയില്ല, എൻ്റെ അമ്മ പറയുന്ന കാര്യം അതെന്ത് തന്നെയാണെങ്കിലും എനിക്ക് ചെയ്തേ പറ്റൂന്ന് പറഞ്ഞ് അവൻ വീണ്ടും ആയുധം എടുത്ത് വെട്ടാൻ റെഡി ആയിട്ട് നിൽക്കും. ക്രാക്കർ ആണെങ്കിൽ അവന്റെ സ്ക്വാഡ് എടുത്ത് ആഞ്ഞു വീശും. അടുത്ത നിമിഷം ലൂഫി അവൻ ചാട്ടി വന്ന് ക്രാക്കറിന്റെ കയ്യിൽ ആഞ്ഞ് ചവിട്ടുകയാണ്. അവന്റെ സ്ക്വാഡ് താഴെ പോവും. ജയന്റ് മാൻ ആണെങ്കിൽ അവന്റെ കൈവിട്ട് നിലത്തേക്ക് വീഴുകയാണ്. ലൂഫി വിരൽ ചൂണ്ടി അവനോട് തീർത്ത് പറയും, ഒരു കാരണവശാലും അവനെ തൊടാൻ ഞാൻ സമ്മതിക്കില്ല, ഞങ്ങളിപ്പോ നല്ല ഫ്രണ്ട്സ് ആണ്. നീ എന്നല്ല, നിന്റെ അമ്മ ബിഗ് മോം, അവർ വിചാരിച്ചാൽ പോലും ഇദ്ദേഹത്തെ തൊടാൻ കഴിയില്ല എന്ന് പറയും. അത് കേട്ട് ക്രാക്കർ ഫുൾ കലിപ്പില് അവന്റെ പവർ മുഴുവൻ അബ്സോർബ് ചെയ്യാണ്. ആ ഒരു പവർ സെൻസ് ചെയ്ത ചുറ്റും ഉണ്ടായിരുന്ന മരങ്ങൾ അവറ്റകൾ പേടിച്ചോടും. ജയന്റ് മാൻ ആണെങ്കിൽ ഭയങ്കര സന്തോഷം, കാരണം ആളെ പ്രൊട്ടക്ട് ചെയ്യാനും ആരെങ്കിലും ഒക്കെ ഉണ്ടല്ലോ എന്ന് ഓർക്കുമ്പോൾ. ഈസ്റ്റ് ലേഡി ആണെങ്കിൽ ആ ജയന്റ് മാനെയും നമ്മുടെ നാമിയെയും അവർ 2 പേരെയും ലക്ഷ്യമിടും. അത് മനസ്സിലാക്കിയ നാമിയാണെങ്കിൽ ആ ജയന്റ് മാനുമായിട്ട് അവിടുന്ന് ഓടി രക്ഷപ്പെടുകയാണ്. അവരുടെ തൊട്ട് പിന്നാലെ ആ റാബിറ്റ്, ട്രീസ്, ആ മോൺസ്റ്റർ ലേഡി. ആ ട്രീസ് ആണെങ്കിൽ നാമിയെ പിടിക്കാൻ അവളുടെ തൊട്ടടുത്ത് എത്തിക്കഴിഞ്ഞു. അപ്പോഴായിരിക്കും നാമി അവള് ലോല കൊടുത്ത മോമിന്റെ ബിബിറു കാർഡ് അത് പുറത്തെടുക്കുക. അതിൽ നിന്ന് വന്ന പവർ അത് സെൻസ് ചെയ്ത ആ ട്രീസ് അവർ 1 സെക്കൻഡ് അങ്ങനെ ഫ്രീസ് ആയിട്ട് അവിടെ നിന്ന് പോവാണ്. ബ്രൂലിയും ആ പവർ കണ്ട് അങ്ങനെ പേടിച്ച് നിൽക്കുകയാണ്. അതേസമയം നാമിക്ക് മനസ്സിലാവും ഈ വിബ്രു കാർഡിന്റെ പവർ, അതുകൊണ്ടാണ് ആരും തന്നെ അവളുടെ അടുത്തേക്ക് അടുക്കാത്തതെന്ന്. അങ്ങനെ അവള് ആ വിബ്രു കാർഡ് നോക്കി നിൽക്കുന്നതോട് കൂടെ ഈ ഒരു എപ്പിസോഡും അവസാനിക്കുന്നു.